ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കൂടെ ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ നാഷണൽ ഡേയുടെ ഹോളിഡേയ്സാണ് 4 ഡേയ്സ്. അപ്പോൾ എല്ലാവർക്കും ലീവ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു പ്ലാൻ ഇട്ടതാണ്. ഞങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പൂക്കൂട്ടൻ. അപ്പോൾ അവനുള്ള ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ച് അവിടെ നിന്ന് നമ്മൾ പോകുന്നേക്കാളും മുന്നേ ആളേനെ ഒന്ന് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ സൺസെറ്റ് കാണാമെന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഒരു 5 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 1.25 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലിംഗ് കാണിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് എത്താനായിട്ട്. ഞാൻ ഇത്ര നേരമായിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല. നമ്മൾ പോകുന്നത് ജബൽ ജെയ്സിലോട്ടാണ്. ജബൽ ജെയ്സ് എന്ന് പറയുന്നത് UAE മൗണ്ടൻ ഏരിയ ആണ്. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ജബൽ ജെയ്സ്. ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റാണ്. അപ്പം നമ്മുടെ നോർമലി ഇവിടത്തേക്കാളും തണുപ്പ് കൂടുതലായിരിക്കും മൗണ്ടൻ ഏരിയയിൽ പോകുമ്പോൾ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇവനെയും കൊണ്ട് പോകുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദൂരം ട്രാവൽ ചെയ്യേണ്ടതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ അവൻ അങ്ങനെ ഇരിക്കാറില്ല. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആൾ പോകുമ്പോഴും വരുമ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ പകുതി ദൂരം നമുക്ക് ഈ ഒരൊറ്റ സ്ട്രെയിറ്റ് റോഡ് തന്നെയായിരുന്നു. ഈ കാണുന്ന മൗണ്ടൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇതുവരെ എവിടെയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ബ്രേക്ക് എടുക്കാനൊന്നും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 ഹവറിന് മേലെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വരുന്ന വഴി ഡിഫറെൻറ്റ് ടെറൈൻസ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഡെസേർട്ടായിട്ടും അതുപോലെ തന്നെ ഇപ്പം മൗണ്ടൻസ് എത്തി. ഒരു ബ്രേക്ക് എടുക്കാനായിട്ട് നമ്മൾ നിർത്തിയതാണ് ഇവിടെ. അപ്പോൾ നമ്മളെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂക്കുട്ടൻ ഉറങ്ങിയതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൻ വാശി പിടിക്കും, പിന്നെ ഉറങ്ങില്ല. അപ്പോൾ പിന്നെ അവിടെ തന്നെ ഇരുന്നു, കാറിൽ തന്നെ ഇരുന്നു. അവരെല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു വ്യൂ കാണുന്നുണ്ടായിരുന്നു. ഫുള്ള് മലകൾ തന്നെ, വേറെ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. പിന്നെ നമ്മൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ കൂടുതൽ വ്യൂ ഒന്നും കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻ്റർ സമയം ആയതുകൊണ്ട് വേഗം ഇരുട്ടാവുമല്ലോ. ഡേ ടൈമിലൊക്കെയാണ് നമ്മളിങ്ങോട്ട് വരുന്നത് വെച്ചാൽ നമുക്ക് ആടിനെ അങ്ങനത്തെ അനിമൽസിനൊക്കെ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാൻ പറ്റില്ല. നല്ല തണുപ്പുണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് മുകളിലേക്ക് കയറാനായിട്ട്. സൺറൈസ് കാണാൻ വേണ്ടി പോകുന്നവരാണ് കൂടുതലും. സൺസെറ്റ് കഴിഞ്ഞ് വരുന്ന ആൾക്കാരും ഒരു സൈഡിൽ കൂടെ ഉണ്ട്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്ന സ്പോട്ടാണത്. ഇവിടെ നമുക്ക് ടെൻറ്റ് ചെയ്തിട്ടും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ചില്ല് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കണ്ട സ്പോട്ടിൽ കയറിയിട്ട് ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ ഓൾമോസ്റ്റ് സ്പേസൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നേരത്തെ വന്നിട്ട് ക്യാമ്പ് ചെയ്തിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചായക്ക് കുറച്ച് എക്സ്പെൻസീവാണ്. ചായ എന്നല്ല, പൊതുവെ എല്ലാത്തിനും കുറച്ച് എക്സ്പെൻസീവാണ്. ഇവിടെ വേറെ ഷോപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ
അങ്ങനെ ചായ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മേലെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്യാമ്പ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ച് ഇവിടെ തന്നെ വരാമെന്നുള്ളതിലാണ് ഇറങ്ങിയത്. പക്ഷെ നമ്മൾ മേലെ പോയിട്ട് അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം ട്രാഫിക് ഉണ്ടായിരുന്നു. റോഡ് സൈഡിലൊക്കെ ആൾക്കാർ ക്യാമ്പ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ തിരിച്ച് പോകുന്ന പഴയ സ്ഥലത്തോട്ട് തന്നെ വന്നു. പുറത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. ഒരു 13 ആയിരുന്നു ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ടായിരുന്നത്. നല്ല കാറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവന് ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആളതൊന്നും യൂസ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കി ഒരു സൈഡിൽ കൂടെ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവനിവിടെ മണ്ണ് വാരി കളിക്കായിരുന്നു. മണ്ണ് എൻ്റെ ഇവിടെ ആക്ച്വലി ചെറിയ കല്ലുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ആളത് കിട്ടിയപ്പോൾ ഹാപ്പി ആയിട്ട് അവിടെ അത് വാരി കാറിലേക്ക് ഇടുക, അത് തട്ടിക്കളയാതൊക്കെ ആയിരുന്നു അവൻ്റെ കളികൾ.
പ്രത്യേകിച്ചൊന്നും നമുക്ക് കാണാൻ പറ്റില്ല ഇരുട്ടായതുകൊണ്ട് തന്നെ. കള്ള വരവേ ഇല്ല. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എല്ലാവരും കൂടെ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബഹളമാണ് നിങ്ങൾ ഇപ്പം കണ്ടത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഒരു 11 മണിക്കായിട്ടുണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോഴും അത്യാവശ്യം തിരക്കുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഒരു 1 hour 45 minutesൻ്റെ അടുത്ത് ട്രാവലിങ് കാണിക്കുന്നുണ്ടായിരുന്നു. മിഡ് നൈറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലാതെ നമുക്ക് പോകാനായിട്ട് പറ്റും. പിന്നെ പോകുന്ന വഴി പോക്കൂട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ ഓൾമോസ്റ്റ് അവസാനിക്കാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരെ റൂമിലാക്കിയിട്ട് പിന്നെ നേരെ റൂമിൽ പോകും. അപ്പോൾ നമ്മൾ അവരുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അവരവിടെ ഡ്രോപ്പ് ചെയ്തു. ഇനി നേരെ നമ്മൾ വീട്ടിൽ പോവാണ്. ഒരു 2 മണിക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീടെത്തിയപ്പോൾ. അവൻ നല്ല ഉറക്കമായിരുന്നു, വീടെത്തിയതോ ഒന്നും ആളറിഞ്ഞിട്ടില്ല. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.